ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് 10:30 കുർബാനയ്ക്കാണ് ഞാൻ പോയത്. പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാനിവിടെ 2-3 ദിവസത്തേക്കിന് പാലൊക്കെ പിന്നെ മേടിച്ച് വെച്ചേക്കുക. 2-3 പാക്കറ്റ് മേടിച്ച് വെച്ചേക്കുക. എപ്പോഴും നമ്മൾ മുണ്ടക്കയത്തോട്ട് പോകുന്നില്ലല്ലോ, അത് കാരണം കൊണ്ട്. അപ്പം വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ മീനും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിളിമീനാണ് മേടിച്ചേക്കുന്നത്, അത് വെട്ടണം. ഞാനിന്ന് വെട്ടി മേടിച്ചില്ല കേട്ടോ മീൻ. സാധാരണ വെട്ടിയാണ് മേടിക്കുന്നത്. പിന്നെ 1/2 കിലോയല്ലേ ഉള്ളൂ. 1/2 കിലോ ഞാൻ മാത്രമായതുകൊണ്ട് 1/2 കിലോയാണ് മേടിച്ചത് കേട്ടോ. 1/2 കിലോ മേടിച്ചാൽ 2-3 ദിവസത്തേന് കാണും. ഇവിടെ നല്ല ചൂടാകട്ടോ. ഞാൻ പള്ളിയിൽ പോകാൻ നേരം ഒരു കുളി കഴിഞ്ഞു. പള്ളിയിൽ പോയിട്ട് വന്നൊന്ന് കുളിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ ഓർത്തങ്ങ് വീഡിയോ എടുത്തേക്കാം. നിങ്ങളൊക്കെ എന്നെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി കാണുമല്ലോ. അപ്പം ഞാനൊന്ന് മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കഥയൊക്കെ പറയാം. മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു കേട്ടോ. നേരത്തിന് ഞാനൊരു ഫ്രഷ് ക്രീമും കൂടെ അടിച്ചു. ഭയങ്കര ചൂട്. നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കരിയാപ്പില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ 2-3 വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുത്തു കേട്ടോ. സാധാരണ വെളുത്തുള്ളി ഒന്നും എടുത്തില്ല, എങ്കിലും ഞാനൊരു 2 വെളുത്തുള്ളി ഇട്ടു. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് മീൻ കറി വെക്കട്ടെ. അപ്പോൾ രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടാണ് പോയതേ. അപ്പോൾ അടുപ്പ് കത്തിച്ച് ചോറും വെച്ചിട്ടാണ് പള്ളിയിൽ പോയത്. പിന്നെ ഞാൻ അടുപ്പെല്ലാം കെടുത്തിയെടുത്ത് പോയി. പിന്നെ പോയിട്ട് വന്നപ്പോഴാണ് മീൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം ഇവിടെ പിന്നെ ആവശ്യത്തിന് വിറകുണ്ട് കേട്ടോ. കുമ്മണിയിൽ വിറകില്ലായിരുന്നു. ഇതിൻ്റെ ആവശ്യത്തിന് വിറകുള്ളതുകൊണ്ട് ഞാൻ അടുപ്പേ കത്തിക്കത്തുള്ളൂ. ഗ്യാസ് പിന്നെ നമുക്ക് കാപ്പി ഇടാനും പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഞാൻ ഗ്യാസ് കത്തിക്കത്തുള്ളൂ. അപ്പം നമുക്ക് വിറകുള്ളത് കൊണ്ട് അടുപ്പ് കത്തിക്കാൻ എനിക്കിഷ്ടം. അടുപ്പ് കത്തിച്ചാണ് ഞാൻ മീൻകറി വെക്കുന്നത്. അപ്പം നമ്മുടെ അടുപ്പൊക്കെ നന്നായിട്ട് കത്തി. ഞാൻ ചട്ടി വെച്ചു. കുറച്ച് എണ്ണ ഒഴിക്കുവാണേ. എന്നിട്ട് 2-3 ഉലുവായും കൂടെ ഇട്ടേക്കാം. അപ്പം നമ്മുടെ ഉലുവ എല്ലാം മൂത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളക്, ഇഞ്ചിയും കരിയാപ്പില എല്ലാം കൂടെ ഇട്ട് കുറേ നേരമായിട്ട് പൂച്ചക്കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല. ചെന്നൊന്ന് നോക്കണം. ഇതെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടേ ഒന്ന് നോക്കാം. ഒരു വലിയൊരു കറുത്ത പൂച്ച ഇതിലേക്ക് ഇറങ്ങി നടപ്പുണ്ടായിരുന്നു. അത് ഗർഭിണിയായിരുന്നു. അത് പ്രസവിച്ചിട്ടേക്കുവാണെന്ന് അറിയത്തില്ല. എവിടെയാണെന്ന് അറിയത്തില്ല. നോക്കണം. പൊടിയെല്ലാം ഞാനങ്ങ് എടുത്ത് വെച്ചേക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ തന്നെ ആയതുകൊണ്ട് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും വെക്കാനൊരു മൂടില്ല എനിക്ക്. തന്നെയല്ലേ. ഇവിടെ
എന്നും വൈകിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ പെയ്തില്ല, ഒരാഴ്ചയായിട്ട് എന്നും വൈകിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുറേ മഴ കിട്ടി എന്താണെങ്കിലും. കുമ്മളിയിലൊന്നും പെയ്തില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇങ്ങോട്ട് ഞങ്ങൾക്ക് മുണ്ടക്കയം കോട്ടയം ഈ ഭാഗമെല്ലാം മഴ കിട്ടി. ഇനി ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പം പ്രളയവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ആയിരിക്കും. ഈ വർഷം എന്തൊക്കെയാണോ. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ദുരന്തമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഓരോ മഴ വരുമ്പോഴും പേടിയാണ്. മഴയും വേണം, മഴയുണ്ടെങ്കിലേ വെള്ളമുള്ളൂ. പക്ഷെ മഴ വരുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാകും. ചെറിയ അടുപ്പാണ് കേട്ടോ. അടുപ്പെന്ന് പറഞ്ഞാൽ ചെറുതാണ്, കുഴപ്പമില്ല. ഒത്തിരി വിറക് വെക്കണ്ട. 2 വിറക് വെച്ചാലേ നന്നായിട്ട് കത്തിപ്പിടിക്കുന്നുണ്ട്. നല്ല ചൂടുമുണ്ട്. പിന്നെ ഇവിടെ ചൂടാണല്ലോ. അവിടെ എപ്പോഴും കമ്പിളിക്കകത്ത് ഷട്ടറിനകത്തും കയറി ഇരുന്നിട്ടിപ്പം ഇവിടെ നല്ല ചൂടാണ്. അപ്പം ഞാൻ ഉപ്പും കൂടെ ഇടുവാണ്. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പൊടിയുപ്പ് ഇപ്രാവശ്യം മേടിച്ചില്ല, കല്ലുപ്പാണ് കൂടുതൽ മേടിച്ചേക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് മീൻ കഷ്ണം ഇടാം. നമുക്ക് ആ പൂച്ചയുടെ സൗണ്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. ഇവിടെയാണെന്നറിയത്തില്ല കരയുന്നത്. അയ്യോ, അതേ ഇരിക്കുന്നു, അടിയിലിരിപ്പുണ്ട്. അവിടെയാണ് പ്രസവിച്ചിട്ടേക്കുന്നത് കേട്ടോ. ഇവിടെ മൊത്തം നല്ല പണിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഒതുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് വീടിൻ്റെ ബാക്ക് വശമാണേ. വീട് നമ്മൾ ഫ്രണ്ട് വശം ഇടിച്ചിട്ടാണ് മെയിൻ്റെനൻസ് ചെയ്തത്. അതിൻ്റെ ഇത് ഒരു മാട്ടും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ തകരവും മറ്റുള്ള വീട് പൊളിച്ചതിൻ്റെ തടിയും ഇതും കട്ടയെല്ലാം കൂടെ ഇങ്ങോട്ടപ്പം ഈ വേസ്റ്റ് എല്ലാം കൂടെ ഇങ്ങോട്ട് നിരത്തിയിട്ട് നമ്മളിങ്ങോട്ട് ഷീറ്റ് ഇറക്കാൻ വേണ്ടിയാണ്. മൊത്തം ഇറക്കുന്നില്ല, പകുതി വരെ, ഇതൊരു ഇവിടം വരെ
ഇറക്കി അങ്ങോട്ട് പാറയാം. അപ്പോൾ അങ്ങോട്ട് ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കാറ്റുണ്ട്, മഞ്ഞും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. അത് നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. താഴോട്ട് വലിയ കൊക്കയൊന്നുമല്ല, താഴെയൊക്കെ റബ്ബർ പറമ്പ എല്ലാ മറ്റുള്ളവരുടെയൊക്കെ. അപ്പോൾ ഇഷ്ടംപോലെ പണിയുണ്ട്. നമ്മുടെയൊക്കെ ഇപ്പം സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുക. വീടൊന്ന് തല്ലിക്കൂട്ടണമെന്നേ ഉള്ളായിരുന്നു. മുറ്റത്താണെങ്കിലും ബാൽക്കിലാണെങ്കിലും ഇഷ്ടംപോലെ പണിയുണ്ട് കേട്ടോ. ഇനി പണി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ ഞാനിനി എവിടെയെങ്കിലും ജോലിക്ക് കയറണം. പിന്നെ ഒരാളുടെ വരുമാനം കൊണ്ട്, ഹസ്ബൻഡിൻ്റെ ഒരാളുടെ ശമ്പളം കൊണ്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം എന്തെങ്കിലും ജോലിക്ക് വല്ലതും കയറണം. അപ്പോൾ ഇനി ഫ്രണ്ടിൽ പിന്നെ വണ്ടി വരാനുള്ള സ്ഥലം നിരപ്പാക്കിയായിരുന്നു. പറമ്പിൽ ഇനി കയ്യാലകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറകിൽ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചാറ് തിളച്ച് വരുന്നുണ്ട്. മീൻ കഷ്ണം ഇടാൻ പോവാൻ ഞാൻ. ഇച്ചിരി ചാറ് കൂട്ടി അരച്ചേട്ടോ, ഇരുന്ന് വറ്റിക്കോളൂ. ഫ്രിഡ്ജിനകത്തിരിക്കുക പച്ചക്കറിയൊക്കെ, അതിന് അരിയണം അവിയൽ വെക്കാനായിട്ട്. ഞാൻ പച്ചക്കറിയെല്ലാം അരിഞ്ഞെടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കരിയാപ്പിലയും കുറച്ച് തൈരും കൂടെ ഒഴിക്കണം. കുറച്ച് മാങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചത് വേവിക്കാൻ വയ്ക്കാം. മീൻകറി വെന്തിട്ടേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ച് മൂടി വേവിക്കാൻ വയ്ക്കാം. ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കത്രിക്കായും പിന്നെ മുരിങ്ങയ്ക്ക, 2-3 പച്ചമുളക്, വാഴയ്ക്ക, പിന്നെ വേറെ അച്ചങ്ങാപ്പയർ, ഇത്രയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഷ്ണങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ അവിയൽ വെക്കാമെന്ന് വെച്ചു. പിന്നെ തേങ്ങ ഇതുപോലൊന്ന് ആദ്യമേ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേ. തേങ്ങ ഞാൻ പൂളിയെടുത്തേ, ചിരണ്ടിയല്ല എടുത്തേ, പൂളി എടുത്ത കാരണം കൊണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ചെറുജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച് വെക്കണം. അപ്പം ഞാൻ ചെറുജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, വെളുത്തുള്ളി ചേർക്കുന്നില്ല. ചെറുജീരകം കുറച്ച് കടുകും. ഞാൻ കടുകിട്ട് അരയ്ക്കുവേ, എല്ലാവരും എങ്ങനെ ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് കടുകും കൂടി ഇടും. കടുകും ചെറുജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ പിന്നെ പച്ചക്കറിക്കകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും കുറച്ച് കളറൊക്കെ വേണ്ടേ. ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. എല്ലിന് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ മീൻകറി വെന്ത് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വാങ്ങി വയ്ക്കാം. അപ്പം ഇവിടേക്ക് നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾ വെക്കണം. ഈ കറിയിലേക്ക് ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇതിൽ കുറച്ചിരിക്കട്ടെ. സൂപ്പർ കറിയാണ് കേട്ടോ.
അവിയൽ കഷ്ണങ്ങൾ ഇവിടെ നിന്ന് വേകട്ടെ. അരപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും വേകണ്ട, ഒത്തിരി പച്ചക്കറി വേകണ്ട, ഇച്ചിരി ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പും കൂടെ ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് വേവിക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇച്ചിരി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അരപ്പും കൂടെ ഞാൻ ചേർക്കുക. ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം. എനിക്ക് ഇച്ചിരി അവിയൽ ഒത്തിരി കട്ടിയായിട്ടിരിക്കുന്ന ഇഷ്ടമില്ല, ഇച്ചിരി വെള്ളം വേണം. അപ്പോൾ അരപ്പെല്ലാം ചേർത്തു. കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കല്ലുപ്പല്ലേ ഇട്ടെ, ഉണ്ടോന്ന് നോക്കാം. കുഴപ്പമില്ല, ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുവാണേ. അപ്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് അവിയൽ ഇറക്കാം. ഇനി ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നിട്ടേ ഒന്നും കൂടെ ഒന്ന് ദേഹം കഴുകണം. ഭയങ്കര ചൂട്. അപ്പോൾ നല്ല കളർഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ. നല്ല അവിയലാണ്. അപ്പോൾ അവിയലും മീൻകറിയും കൂട്ടി ഞാൻ ചോറുണ്ണട്ടെ. അപ്പം നല്ല ചൂട് ചോറും മീൻകറിയും അവിയലും ഒക്കെ കൂടി ഞാൻ കഴിക്കട്ടെ. നിങ്ങൾ ചോറൊക്കെ കഴിച്ചോ? ഞാൻ ഒത്തിരി ലേറ്റായി, ഇപ്പോൾ 2:30 അപ്പം എന്തേ അവിയലും മീൻകറിയൊക്കെ കൂട്ടി ഞാൻ കഴിക്കുവാണേ. തന്നെ വെച്ച് തന്നെ കഴിക്കുക കേട്ടോ. എന്നാ ചെയ്യാനാ, എല്ലാവർക്കും ഇതുപോലെ ഒറ്റപ്പെടേണ്ട, ഒരിക്കലും എന്താണല്ലോ ഒറ്റപ്പെടേണ്ട സാഹചര്യം വരും. പിന്നെ മക്കൾ രണ്ടും പഠിക്കാൻ പോയില്ലേ, എന്നാ ചെയ്യാനാ, ഹസ്ബൻഡ് ജോലിയിലാണ്. അപ്പോൾ തന്നെ വെച്ച് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ശരി, എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ചെയ്യണം, അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പം ഞാൻ വല്ലപ്പോഴും ഇതുപോലെയൊക്കെ വീഡിയോ ആയിട്ട് വരും കേട്ടോ. സ്ഥിരമായിട്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ട് വലിയ ഒത്തിരി ഇതൊന്നും ഇല്ലല്ലോ, കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാനെന്നാൽ കഴിക്കട്ടെ. എല്ലാവർക്കും ബൈ.